ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടേബിൾ മാറ്റ് അഥവാ പ്ലേസ് മാറ്റാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ കടയിൽ നിന്ന് നല്ല വിലയ്ക്ക് മേടിക്കുന്ന ടേബിൾ മാറ്റൊക്കെ നമുക്കിനി വീട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ പഴയ ക്ലോത്തൊക്കെ ഉണ്ടല്ലോ, അതെടുത്ത് ചെയ്തേച്ചാൽ മാത്രം മതി. നമുക്ക് വലിയ പൈസ ചിലവില്ലാതെയും കൊണ്ട് അടിപൊളി ടേബിൾ മാറ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വേണ്ടേ നമ്മുടെ മാറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫാബ്രിക്കാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിന് ബേസായിട്ട് ഒരു സർക്കിളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര വലുപ്പമുള്ള മാറ്റാണോ വേണ്ടത് അതിനനുസരിച്ചായിരിക്കും ഈ സർക്കിൾ നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സർക്കിളിൻ്റെ ഡയാമീറ്റർ വരുന്നത് 12 ആണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണോ വലുപ്പം വേണ്ടത് അതനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിവിടത്തെ കുറച്ച് ഫാബ്രിക് അല്ലാതെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് സ്ക്വയറിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫാബ്രിക് എന്ന് പറയുന്നത് 8 × 8 ഇഞ്ച് അളവാണ് വരുന്നത്. ഇങ്ങനത്തെ 4 പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനത്തെ 4 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റിലെ 8 × 8 എന്നുള്ള പീസായിരുന്നു എടുത്തിരുന്നത്. ഇനി നമ്മൾ 7 × 7 എന്നുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് 8 പീസാണ് വേണ്ടത്. അടുത്തത് നമ്മൾ 6 × 6 എന്നുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 12 പീസ് വേണം. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പായിട്ട് വരും തോറും പീസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഓരോ ഇഞ്ച് കുറച്ചും പീസ് എടുക്കുക. ആദ്യമേ 8 ആണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്തത് 7, അതിൻ്റെ അടുത്തത് 6 ഇങ്ങനെ വെക്കുക. അതുപോലെ ആദ്യമേ 4, പിന്നെ 8, പിന്നെ 12 ഈ ഒരളവിലായിരിക്കും നമ്മുടെ പീസ് പൊക്കോണ്ട് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പീസ് വേണം. അതിൻ്റെ അളവെന്ന് പറയുന്നത് 3 ഇഞ്ച് വിട്ടിലാണ് നമ്മൾ ഈ പീസ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നീളത്തിലുള്ളൊരു പീസ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പം വേണ്ട നമ്മുടെ ആ സർക്കിൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് കറക്റ്റ് അതിൻ്റെ ആ സെൻറ്റർ ഭാഗങ്ങൾ ആ ഫോൾട്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മുടെ ആ 8 × 8 എന്നുള്ള പീസ് എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ കറക്റ്റ് സെൻറ്റർ വെച്ച് മടക്കിയിട്ട് ആ പീസിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ ആ സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഈ 2 പീസും വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ വേണ്ടേ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ട ഇതിനെ ഇങ്ങനെ മടക്കി വയ്ക്കുക. ഈ 2 പീസും ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം. അങ്ങനെ അത് നമ്മൾ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിച്ചം ഇരിക്കുന്ന ആ 2 പീസും കൂടി ഈ 2 സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ സെൻറ്റർ നോക്കിയിട്ട് കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ ഇങ്ങനെ പിടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടിയും അടിച്ചു കൊടുക്കുക. അപ്പം വേണ്ട ആ 2 പീസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ കറക്റ്റ് സെൻറ്റർ വെച്ച് ഇതുപോണൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം. അപ്പം വേണ്ടേ നമ്മൾ ആ 4 പീസും അടിച്ചെടുത്തിട്ട് അതിനെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത് പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ വേണ്ട ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ മടക്കി വെച്ചില്ലേ, ഇതിൻ്റെ
ഈ രണ്ട് ഭാഗങ്ങൾ വരുന്നിടം, അതായത് അപ്പുറത്തെ ഇപ്പുറത്തെയും പീസിൻ്റെ ഈ മടക്കിൻ്റെ നടുഭാഗങ്ങളിലായിട്ട് വേണം ഇനി നമ്മൾ അടുത്ത പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മളത് വേറെ കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് 7x7 എന്നുള്ള ഇഞ്ചിലുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു നമ്മളിതിൻ്റെ മുകളിൽ തന്നെ വെച്ച് അടിച്ചേച്ചാൽ മതി. നിങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങനെ കാണിച്ചതാണ്. ഇത് ഇങ്ങനെ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പിടിച്ച് അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത പീസ് എടുക്കുക, ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഈ 4 പീസും നമ്മുടെ ആ 2 പീസ് ജോയിൻ ചെയ്യുന്നതിൻ്റെ ആ ഭാഗങ്ങളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇതേ നമുക്കതിങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് നല്ല എരപ്പ് എളുപ്പം കാണും. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ. അപ്പം നേടെ നമ്മൾ അതും അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ മടക്കി വയ്ക്കുക. നമ്മളിതിനെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ട നമ്മൾ ഈ 7x7 നമ്മൾ ഈ ആദ്യമേ അടിച്ച് അതേ അളവിൽ തന്നെ ഉള്ളൊരു പീസാണ് എടുത്തിരിക്കുന്നത്. കളർ വ്യത്യാസം മാത്രം ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യമേ വെക്കുന്ന ആ സെയിം കളർ തന്നെ വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോണക്ക് വേറെ ഏതെങ്കിലും കളറാണെങ്കിലും വെച്ച് കൊടുത്തേച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉള്ളിടത്ത് അത് വെച്ചിട്ട് ഇതുപോണക്ക് തന്നെ അടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നേരെ നമ്മൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. ഇതുപോണക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള പീസും ഇതിൻ്റെ അകത്തായിട്ട് ഓരോ കോണിൻ്റെ അകത്തായിട്ട് വരുന്നത് പോണക്ക് വെച്ച് കൊടുക്കുക. അളവെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് തയ്ച്ച് നിർത്തിയതിൻ്റെ 1 ഇഞ്ച് കുറച്ചായിരിക്കും അടുത്ത അളവ് വരുന്നത്. അങ്ങനെ വേണ്ട നമ്മൾ എല്ലാം തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഒരെണ്ണം വെക്കുന്നതിൻ്റെ കുറച്ച് താഴോട്ട് ഇറക്കി വേണം അടുത്തത് വെക്കാൻ വേണ്ടി. ഈ ഒരു രീതിക്ക് എല്ലാം തന്നെ തയ്ച്ചെടുക്കുക. എന്നിട്ട് വേണ്ട നമുക്ക് ഇതിൻ്റെ അടിവശത്തൂടെ ഒന്ന് റൗണ്ടിൽ തയ്ച്ച് കൊടുക്കാം. ഈ പീസ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ബേസായിട്ടൊരു സർക്കിൾ കൊടുത്തിട്ടില്ലേ, ആ സർക്കിളിനനുസരിച്ച് ഈ മുകളിൽ വെച്ചിരിക്കുന്ന പീസാണ് നമ്മളിങ്ങനെ റൗണ്ടിൽ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരെ നമ്മൾ റൗണ്ടിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും മിച്ചം നിൽക്കുന്ന പീസിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അതായത് നമ്മുടെ അടിവശത്ത് വെച്ചിരിക്കുന്ന ഈ സർക്കിളുണ്ടല്ലോ, ഇതിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ആ പീസാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമ്മൾ വേണ്ട 3 ഇഞ്ച് വിട്ടിലെടുത്ത ആ പീസാണ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പീസ് ക്രോസ് പീസ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഇത് നമുക്കിങ്ങനെ ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ പീസിൻ്റെ നല്ല വശമായിരിക്കണം ഈ വെക്കുന്നത്, നമ്മുടെ മാറ്റിൻ്റെ ചീത്ത വശമാണ്. എന്നിട്ട് ഇത് ഇങ്ങനെ റൗണ്ടിൽ തയ്ച്ച് കൊടുക്കുക. ഫസ്റ്റിൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അതൊന്ന് മടക്കി കൊടുക്കണം. ഫസ്റ്റ് മടക്കി കൊടുത്തില്ലായിരുന്നു. അടിച്ച് വരുമ്പോഴത്തേന് അത്
കാണിക്കുന്നുണ്ടേ. അപ്പം ദേ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റിലെ അടിക്കുമ്പോഴത്തേന് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കണം. എന്നിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഈ അവസാനം വരുന്ന ഭാഗം ഇതിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടിക്കണം. നമ്മൾ ആ പീസ് ഇങ്ങനെ സൈഡിൽ കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ അകത്തോട്ട് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട ഈ ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതിനെ അകത്തോട്ട് മടക്കി വെക്കണം. ഇതിങ്ങനെ മടക്കി വെച്ചു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ അകത്തോട്ട് മടക്കി വയ്ക്കുക. ഈ ഭാഗം മടക്കി വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അടിവശത്തെ ആ പീസും കൂടെ ഒന്ന് മടക്കി കൊടുത്തേക്കണം. കണ്ടോ ഇങ്ങനെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വട്ടം കറക്കിയിട്ട് സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കുക. ഈ പീസിനെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്ത് സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കണം. അപ്പം നമ്മുടെ ചാനലിൽ ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട്. അപ്പം വേണ്ടേ നമ്മുടെ മാറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കടയിൽ നിന്നൊന്നും ഇങ്ങനത്തെ മാറ്റൊന്നും വില കൊടുത്ത് വാങ്ങിക്കേണ്ട. നമ്മുടെ വീട്ടിലുള്ള പഴയ ക്ലോത്ത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു കാശ് മുടക്കവും ഇല്ലാതെയും കൊണ്ട് നമ്മുടെ അടിപൊളി മാറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.